Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, so നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് മിസ് അതേപോലെ കുറച്ച് അത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് സയൻസ് ആൻഡ് സിമ്പിൾസ് തുടങ്ങിയാണെന്ന് നോക്കാനുള്ളത്. ഇനിയിപ്പോ കുറച്ച് ഒരു അടുത്തൊരു പേജും കൂടി ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കാം. സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി സയൻസ് സിമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലബോറട്ടറിയിൽ മാത്രമല്ല ഹോസ്പിറ്റലിനുള്ളിലും മറ്റുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സിമ്പിൾസുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? ഇപ്പോ ഗ്ലൗസ്, അതുപോലെ തന്നെ നോ ഫുഡ്, സ്മോക്കിന്റെ അത്തരത്തിലുള്ളതൊക്കെ കുറച്ചൊക്കെ നമുക്ക് പരിചിതമാണ് അല്ലെ? ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ഈ കൂട്ടത്തില് തന്നിരിക്കുന്നതില് റേഡിയേഷന്റെ അറിയാം അല്ലെ? കുറച്ച് അത്യാവശ്യം എല്ലാം എളുപ്പമുള്ളത് തന്നെയാണ്. നമ്മള് എപ്പോഴും കോമൺ ആയിട്ട് കാണാറുള്ള ചിഹ്നങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി ആണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സിമ്പിൾ നോക്കുക. ഇൻഫ്ലേമബിൾ, ഡേഞ്ചർ ആയിട്ടുള്ളത്, ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആണ്. ഒരു തീയുടെ ഒരു ചിഹ്നമാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അല്ലെ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് വൺ ഹാർംഫുൾ, മീൻസ് ഒരു ഇൻഡ്യൂട്ടേക്കാണ് ഹാർംഫുൾ ആയിട്ടുള്ളത്. തേർഡ് വൺ കൊറോസീവ്. അത് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊറോസീവ് എന്ന് വെച്ചിട്ടുള്ള ഒരു സിമ്പിള്. കൊറോസീവ് ക്രോസിംഗ് ടെസ്റ്റ്മെന്റില് നമുക്കറിയാം. ആ പിക്ചറിൽ കാണുന്നത് എന്താണ്? ജസ്റ്റ് ഒരു കൈ ഹാൻഡ് വാഷ് ചെയ്തതായിട്ടാണ് കാണുന്നത് അല്ലെ? അതായത് പൊഴയാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ പറയാം. അതായത് നമുക്ക് ഇപ്പോ ലബോറട്ടറി നടത്തില്ലേ ആസിഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കെമിക്കൽസും നമ്മൾ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉള്ളത്, നമ്മുടെ സ്കിന്നിലൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ളതിലേക്കാണ് ഈ കൊറോസീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങനെ പൊള്ളാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ കൈ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വാഷ് ചെയ്യണം. ദെൻ നാലാമത് പറഞ്ഞത് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ഒരു ഷോക്കിന്റെ ഒരു സൈൻ പോലെയാണത് അല്ലെ? ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ദെൻ ഫിഫ്ത് വൺ പറയുന്നത് പോയിസൺ. നമുക്ക് അതിന്റെ ആ സിമ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ദെൻ റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, സ്ഫോടനങ്ങൾ, എന്തെങ്കിലും പൊട്ടിത്തെറിയോ ലീക്കേജോ അങ്ങനെയുള്ളതൊക്കെ. ഇതൊരു റെഡ് കളറുള്ള, മീൻസ് റെഡ് എന്ന് പറയുമ്പോൾ കുറച്ച് എല്ലാവർക്കായിട്ടുള്ള ഒരു ഇതാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോ റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. ബയോ ഹസാർഡ്സ്. ഈ സൈൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ബയോ ഹസാർഡ്സ് ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മള് ബയോ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചപ്പോ അതിലുണ്ടായിരുന്നു അല്ലെ? ബയോ ഹസാർഡ്സ് ഒരു 3 വളയങ്ങൾ പോലത്തെ ഓർത്തിരിക്കാം. ദെൻ റേഡിയേഷൻ ഹസാർഡ്സ് അല്ലെ? റേഡിയേഷൻ ഹസാർഡ്സ് ഓർമ്മിക്കാനായിട്ട് ചെറിയൊരു ഫാനിന്റെ ചിഹ്നം പോലെ ഉണ്ട് ഇല്ലേ? തോന്നി അങ്ങനെ? എനിക്ക് പെട്ടെന്ന് പോലെ തോന്നി. ചെറിയൊരു ഫാനിന്റെ ഒരു ചിഹ്നം പോലെ ഇല്ലേ? ഫാൻ ആണോ? യെസ്, ജസ്റ്റ് ഒരു കോഡ് പോലെ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് അവിടെ പറഞ്ഞു ഫാനിന്റെ സൈൻ പോലുള്ളത് റേഡിയേഷൻ. ഓക്കെ, തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തില് ഒരു ഫാനിന്റെ ഒരു സിമ്പിൾ, ഫാനിന്റെ 3 ലീഫ് അല്ലെ? അതാണ് റേഡിയേഷനെ സൂചിപ്പിക്കുന്നത്. ദെൻ വെയർ ഗ്ലൗസ്, നമ്മള് ഗ്ലൗസ് ഒക്കെ ധരിക്കുക ഒരു മീനിങ്. ദെൻ ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ധരിക്കുക. പിക്ചർ തന്നിട്ടുണ്ട്. ദെൻ നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. നമ്മൾ ഫുഡും അല്ലെങ്കിൽ
ഡ്രിങ്ക്സ് ഒന്നും അലൗഡ് അല്ല എന്ന് കാണിക്കുന്നത്. അതിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. ലാസ്റ്റ് വൺ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പുകവലി പാടില്ല എന്നുള്ളൊരു സിമ്പിൾസ്. ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സൈൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല, അത്യാവശ്യമില്ലാതെ അറിയാവുന്നതല്ലേ? ബുദ്ധിമുട്ടുള്ളതുണ്ടോ ഇതിനകത്ത്? അറിയാൻ പാടില്ലാത്തത് ഇതുപോലെ ജസ്റ്റ് ഒരു കോഡ് വെച്ചൊന്ന് പഠിക്കണം കേട്ടോ. എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറിൽ ഒരു സ്റ്റാർ ആണെന്ന് ഉദ്ദേശിക്കാം. ഒരു സ്റ്റാർ പൊട്ടുന്നതാണ്. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയാ കോഡ് വെച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ കോഡ് പറഞ്ഞത്? റേഡിയേഷൻ കോഡ് എന്തായിരുന്നു റേഡിയേഷന്റെ? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ എളുപ്പം എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ നമുക്ക് കോഡ് ഉപയോഗിക്കാം, അതുപോലെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും നമുക്ക് സിമ്പിൾസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ചോദിക്കണമെന്ന് അറിയില്ല. ചിലപ്പോൾ എളുപ്പമുള്ളതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. എല്ലാം തന്നെ എളുപ്പമാണ്. പിന്നെ റേഡിയേഷനിലൊക്കെ അറിയാൻ പാടില്ലാത്തവർക്ക് ഓൾറെഡി അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മള് ലാബിൽ പോകുമ്പോഴൊക്കെ പോയിസൺ സ്കെൽട്ടൺ അങ്ങനെ ഓർത്തിരുന്നാ മതി. എളുപ്പമാണ്. വേറെ ഇത് ബൈഹാർട്ട് ചെയ്ത് നമ്മ പിക്ചർ നോക്കി ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതില്ലല്ലോ. നമ്മള് നോർമലി ഹോസ്പിറ്റലിലും ലബോറട്ടറിയിലൊക്കെ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നോക്കാറില്ല. സത്യാവസ്ഥ അതാണ് അല്ലെ? നമ്മളത് നോക്കേണ്ട കാര്യം നമുക്ക് ഇല്ലാതെ നമ്മൾ വിചാരിക്കും. ആണോ? അങ്ങനെയല്ലേ? സത്യാവസ്ഥ നമ്മുടെ സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയിട്ടില്ല. അത് എന്തിനു ഡിനോട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായില്ല അല്ലെ? അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് കാണുമ്പോ, ഇനി നിങ്ങൾക്ക് കാണുമ്പോ ഇതൊക്കെ ഒന്ന് നോക്കാൻ തോന്നും കേട്ടോ. ഇത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, സംഭവം അറിയില്ലെങ്കിലും എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ കാണുമ്പോൾ ഓർമ്മ വരും. അപ്പൊ ഇനി ഹോസ്പിറ്റലിലേക്കും ഇങ്ങനെയൊക്കെ സിമ്പിൾസ് ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാം? അത് പോയപ്പോ ഒന്ന് നോക്കാം. ഇത് പഠിച്ച സാധനം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒന്ന് കോഡൊക്കെ ഇട്ട് വേണം പഠിക്കാൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻ എന്ന് പറഞ്ഞു. എക്സ്പ്ലോഷൻ ഒരു റെഡ് സ്റ്റാർ ഓർക്കാം. പോയിസൺ നിങ്ങൾ പറഞ്ഞു. സ്കെൽറ്റന്റെ ഇത്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോക്കിന്റെ ഒരു ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കിയേ. സയൻസ് ആൻഡ് സിമ്പിൾസ് ലബോറട്ടറിയിൽ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിക്ചർ നോക്കണം എല്ലാവരും. ഇത് കോഡൊക്കെ വെച്ചിട്ട് ഒന്ന് മൈൻഡിൽ അത് വായിക്കുക. ലാസ്റ്റ് സിമ്പിള് സ്മോക്കിങ്ങിന്റെ കേട്ടോ. ഒരു നോൺ സ്മോക്ക് എന്ന് പറയില്ലേ നമ്മള്.
ഓക്കെ, വായിച്ചായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും? നിങ്ങളൊന്ന് വായിച്ചു നോക്കണത്. ടെക്നിക്കൽ എന്നത് വന്നുകൊണ്ടാണ് കേട്ടോ. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവരും ക്ലാസ്സിലെ സയൻസ് ആൻഡ് സിമ്പിൾസ് നോക്കിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാനുള്ളത്. റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ. ഒരു ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ് ഇത് നോക്കുന്നത്. അപ്പൊ ജസ്റ്റ് പോയിന്റുകളാണ്, കുറെ പോയിന്റ് ഉണ്ട്, അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് എന്താണെന്നത് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ആദ്യ ലബോറട്ടറിയുടെ എല്ലാ പ്രോഗ്രാംസുകൾക്കും ഒരു മേൽനോട്ടം വഹിക്കുക. Second one, contact with the nursing and other hospital staff whenever needed. ഹോസ്പിറ്റലിലെ നഴ്സസിനോടും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുമായിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Implement policies and procedures connected with the specific area. അതായത് ഓരോ ഏരിയകളിലും അതിൻ്റെതായിട്ടുള്ള പോളിസികളും നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്യുക, പാലിക്കുക. കൃത്യമായിട്ട് ഇത് പാലിക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. Then access, observe, track and trend technical and employee performance. അതായത് ഇപ്പോ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലും ആ പേഷ്യൻസിന്റെ റിസൾട്ടുകളും അവരുടെ ആ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവര് അപ്ലോഡ് ചെയ്ത് പറഞ്ഞു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ടെക്നിക്കൽ ആയിട്ട് അവര് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യുക. Then arrange on-site training for new and existing staff members. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനും ഇനി അവർക്ക് എന്ത് കൊടുക്കുക, ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. നമുക്കറിയാം, ഇപ്പോ ML ടീമിലൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിന്
ട്രെയിനിങ്സ് ഒക്കെ ആയിട്ട് അവർ ലാബിൽ നിൽക്കാറുണ്ട് അല്ലേ? ട്രെയിനിങ്സിന് വേണ്ടിയിട്ട് ഒരു 3 months അങ്ങനെ 3 months ഒക്കെ ട്രെയിനിങ്ങിന് വേണ്ടി നിൽക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഓൺ സൈറ്റിൽ കൊടുക്കുക. ഓൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ലബോറട്ടറി ആണല്ലോ. അപ്പൊ ലബോറട്ടറിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. ഒരു 3 മാസത്തെ നിന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഓൺ സൈറ്റ് ട്രെയിനിങ്ങും മറ്റും കൊടുക്കുക. Then discharge additional duties and assigned in support of laboratory operations. ലബോറട്ടറി പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുന്നതിനായിട്ട് അവർക്ക് എക്സ്ട്രാ ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിൽ കൂടുതലും അധിക ചുമതല കൂടി നിർവഹിക്കാൻ മറ്റ് കുറച്ച് ഡ്യൂട്ടീസും കൂടി ഈ മാനേജർക്ക് കൊടുത്തിട്ടുണ്ടാകും. ലാബിന് പുറമെ മറ്റേതെങ്കിലും ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതും കൂടി കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഡ്യൂട്ടീസും കൂടി പാലിക്കുക. Then extend customer service to include all internal and external customers. ഓൾറെഡി അവിടെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകും, പിന്നെ പുറമേ നിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ്. സ്ഥിരമായിട്ട് നമ്മൾ ഒരു ലാബിലായിരിക്കും ചിലപ്പോൾ പോകുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഓൾറെഡി അവർക്കുള്ള കസ്റ്റമേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകും അല്ലെ? അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക. Then make sure that communication of laboratory data and appropriate result reporting. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസുമായിട്ട് വരുന്നവരുമായിട്ട് വേണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണം പ്രൊവൈഡ് ചെയ്യുവാൻ. എന്താ അപ്രോപ്രിയേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ലബോറട്ടറി നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും പേഷ്യൻസ് അല്ലെ? അപ്പോ ഇൻ കേസ് ഒരു കാരണവശാലും അതിൽ മാറ്റമൊന്നും വരാൻ പാടില്ല അല്ലെ? അപ്പോ പരമാവധി അവർ ശ്രദ്ധിക്കും. പക്ഷെ എന്തെങ്കിലും റയറായിട്ടൊക്കെ ചിലപ്പോ എന്താ പറയാ റിസൾട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമൊക്കെ വരാം. ചിലപ്പോൾ സാമ്പിൾ മാറിപ്പോവുകയോ അല്ലെങ്കിൽ എൻട്രി ചെയ്യുമ്പോൾ ആളുടെ പേര് മാറിപ്പോയി, റിസൾട്ട് മാറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? പരമാവധി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എങ്കിലും എന്തെങ്കിലും ഒരു കാരണവശാല് റിസൾട്ടിലൊന്നും വ്യത്യാസം വരാൻ പാടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നൽകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ലാബ് ടെസ്റ്റ് ചെയ്തപ്പോ എന്തെങ്കിലും റിസൾട്ട് വല്ല മാറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? യെസ്, ഓക്കെ. സഫീല രണ്ടുപേർക്ക് അനുഭവം ഉണ്ട് അല്ലെ? കുറച്ചു പേർക്കുണ്ട്. ഓക്കെ, എന്തായിരുന്നു? റിസൾട്ട് മാറിപ്പോയതാണോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല പേരില് എന്തെങ്കിലും വ്യത്യാസമാണോ? എന്തായിരുന്നു റിസൾട്ട് മാറിപ്പോയി? അത് അവര് മനഃപൂർവ്വം ആയിരിക്കില്ല, എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ വന്നു പോയേക്കാം. സോ അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് റിസൾട്ട് ഇതുവരെ ഇല്ല. ഓക്കെ, ഇനി എന്തായിരിക്കട്ടെ അല്ലെ? അപ്പോ റിസൾട്ട് ഒക്കെ അങ്ങനെ മാറിപ്പോകാതെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണം കൊടുക്കാൻ. അത് ഉത്തരവാദിത്തം ആരുടെ ഉത്തരവാദിത്തം? ലാബ് മാനേജറിന്റെ. ഓക്കെ, സഫീൽ അത് പറഞ്ഞ് മരുന്ന് കുറെ കുറിച്ച് അല്ലെ? ഓക്കെ, ചോദിക്കാണ്ട് തരട്ടെ. നെക്സ്റ്റ് നോക്കാം. Release sample to laboratory staff and communicate due dates and turnaround times. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലബോറട്ടറി ജീവനക്കാർക്കും അതുപോലെ തന്നെ സാമ്പിളുകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ടെസ്റ്റ് റിസൾട്ട് എന്നാകുന്നത് കറക്റ്റ് ആയിട്ടൊരു റിലീസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. എന്നത്തേക്ക് നമ്മൾ റിപ്പോർട്ട് ആകുമെന്നുള്ളൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. Then guide the handling and resolution of complex issues and complaints. നമുക്ക് അറിയാം, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കാണുക. Then responsible for all employees who are working at all labs on demand facility. അതായത് നമ്മള് സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട് അല്ലെ? ഫ്രീഡത്തോടെ വർക്ക് ചെയ്യാൻ അവരുടെ അവകാശമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളിൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസും അവരുടെ അവകാശങ്ങളൊക്കെ അവിടെ നേടുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം എന്ന് ഉറപ്പുവരുത്തുക. Ensure adherence with the federal, state and system regulation to provide operations. In the adherence meaning, adherence നമ്മൾ പലവട്ടം പല ചാപ്റ്റേഴ്സിലും adherence എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? adherence, ഒബേ എന്നൊക്കെ നമ്മൾ പറയാം, പാലിക്കുക, കീപ്പ് ചെയ്യുക, പാലിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? Ensure adherence
with the federal, state and the system regulations to provide operations. ലാബിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ എന്താണ് പറയുന്നത്, പ്രവർത്തനങ്ങൾക്കും ഫെഡറലും സ്റ്റേറ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവും. ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഇപ്പൊ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിൽ പറഞ്ഞു, വേസ്റ്റ് മാലിന്യങ്ങള്, ഷാർപ്പ് വേസ്റ്റുകള്, ഓരോ വേസ്റ്റുകളും എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത്, അതൊക്കെ ഒരു റൂളാണ് ശരിക്കും അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ടുള്ള റൂളുകൾ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത്, ആ റൂളുകൾ നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സ്റ്റാഫുകളും കാര്യങ്ങളും ഈ റൂളൊക്കെ അനുസരിച്ചിട്ടാണ് പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് ഈ മാനേജർ വേണം ഉറപ്പുവരുത്തുവാൻ. Assure compliance with all cooperative policy procedures in the lab. അതായത് ലബോറട്ടറിയിലുള്ള എല്ലാ ഒരു സഹകരണ നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഈ സ്റ്റാഫുകൾ തമ്മിലൊക്കെ ഒരു കോർപ്പറേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ പരസ്പരം കോപ്പറേറ്റ് ആയിട്ട് മുന്നോട്ട് പോയാലേ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുള്ളൂ. സോ അവിടെ ഒരു എല്ലാ സഹകരണ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. Enlarge the lab's research portfolio by helping to develop new research projects and proposals. അതായത് നമ്മുടെ അവിടുത്തെ പുതിയ എന്റെ പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോർട്ട്ഫോളിയോ കേട്ടിട്ടുണ്ടോ? പോർട്ട്ഫോളിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മള് പ്രൊജക്ട് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും പോർട്ട്ഫോളിയോ ആയിട്ട് ഒരു റെക്കോർഡ് പോലെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ, ആ ഒരു ഇയറിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ളൊരു ചെറിയൊരു എന്താ പറയാ, ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു നമ്മൾ എന്താ പറയാ, നമ്മൾ പ്രാവശ്യമൊക്കെ പറയില്ലേ, സമ്മറി എന്ന് പറയാം. നമ്മൾ ഓരോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി. മീൻസ് നമ്മൾ പഠിക്കുമ്പോ ഡിഗ്രിക്ക് കിട്ടുന്നോന്ന് അറിയില്ല എങ്കിലും ഇപ്പോ ടീച്ചേഴ്സ് മറ്റേ ബിഎഡും അങ്ങനെയൊക്കെ, ബിഎഡോ അല്ലെങ്കിൽ TPC DED ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു പോർട്ട്ഫോളിയോ പറഞ്ഞത് സെപ്പറേറ്റ് ചെയ്യാനുണ്ടാവും. ഓരോ ഇയറിലെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ ഇത് കൊടുക്കുന്നതാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാലോ ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അടങ്ങുന്നതാണ് ഈ ഒരു പോർട്ട്ഫോളിയോ. അപ്പോ നമുക്ക് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ, ലാബ് റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുള്ള പോർട്ട്ഫോളിയോ കുറച്ചും കൂടി എല്ലാവരും ചെയ്യിപ്പിക്കാം. മീൻസ് അത് കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഒന്ന് വികസിപ്പിക്കുക അല്ലെ. അപ്പൊ അത് പുതിയ ഗവേഷണ നടപടികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നടപടികൾ, പുതിയ പുതിയ വികസനങ്ങൾ ഈ ലാബിൽ കൊണ്ടുവരാനും റിസർച്ചുകൾ കൂടുതൽ നടത്താനും സാധിക്കുന്നു. ആ പോർട്ട്ഫോളിയോ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇംപ്രഷൻസ് ഒക്കെ വരും അല്ലെ. ഇത്ര പ്രവർത്തനങ്ങളൊക്കെ ലാബിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും. സോ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യാം, വികസിപ്പിക്കുക. Then set up and keep all laboratory records in accordance with specifications. ലാബിലെ എല്ലാ രേഖകളും റിപ്പോർട്ടുകളും നമ്മൾ എന്തൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? യൂസ് റെക്കോർഡ്, എന്താണ് ഇൻസിഡന്റ് ബുക്ക്, വർക്ക്ഷീറ്റ്, രജിസ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലത്തോടെ തീർന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള നമ്മുടെ റെക്കോർഡുകൾ, ലാബിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ എന്താണ്, ഓരോ ഇതിനും അനുസൃതമായിട്ട് കറക്റ്റ് ആയിട്ട് അടക്കി വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സജ്ജീകരിച്ച് വെക്കുക, പ്രോപ്പർ ആയിട്ട് തന്നെ സജ്ജീകരിച്ച് വെക്കുക. Make sure that supplies are available as needed for all lab sections. ലാബിലെ എല്ലാ സെക്ഷൻസിലും അല്ലെ, ലാബിലെ എല്ലാ സെക്ഷനുകൾക്കും അവയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓരോ സെക്ഷനിൽ ഇപ്പൊ ടെസ്റ്റിങ്ങിനുള്ള എന്തെങ്കിലും മെഷീൻസിന്റെ സംഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സിറഞ്ചോ നീഡിൽസോ മറ്റെന്തെങ്കിലും ലാബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ സെക്ഷനിലും അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു പേഷ്യന്റ് വന്നു, ആ ടൈമിൽ ചിലപ്പോ അതിന് ടെസ്റ്റ് ചിലപ്പോ മെഷീൻ ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ മെഷീൻ വർക്കിംഗ് അല്ല, ചിലപ്പോൾ നീഡിലുണ്ടാവില്ല ബ്ലഡ് എടുക്കാനായിട്ട്, അങ്ങനെയൊന്നും സിറ്റുവേഷൻ വരാൻ പാടില്ല. സോ ഇത് ഓൾറെഡി എല്ലാം അവിടെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക. Suggest measures to enhance testing procedures, use of equipment, needs for new equipments. അതുപോലെ തന്നെ ഇപ്പോൾ ടെസ്റ്റിനും നടപടിക്രമങ്ങൾക്കും ഉപകരണങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ യൂസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ നീഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് വേണോ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടി എന്നൊക്കെ ഒന്ന് അതിനൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വൺ,
monitor, analyze and justify expense and revenue within department. മറ്റു വകുപ്പുകളിൽ അതായത് ലാബില് ലബോറട്ടറിയിലത്തെ ചെലവുകളും വരുമാനങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, നിരീക്ഷിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യണം. അതായത് ഇപ്പോ ഏതെങ്കിലും നമ്മൾ പറഞ്ഞു ഇപ്പോ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താറുണ്ടോ, അപ്പൊ അതിന് എത്ര രൂപ ചെലവ് വരും, അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് നമുക്ക് ഇനി പുതിയത് വാങ്ങിക്കണോ, അപ്പൊ അതിന്റെ ചെലവ് എത്ര വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് മുൻകൂട്ടി അത് നിശ്ചയിക്കുകയും അത് എക്സാമിനേഷൻ നിരീക്ഷിക്കുകയും ചെയ്യുക. പിന്നെ പുതിയൊരു മെഷീൻ വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ ഓൾറെഡി നമുക്ക് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണം എന്നുള്ളൊരു എക്സാമിനേഷൻ ചെയ്യുക. ഇത്രയുമാണ്. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, അത് ഓർത്താരും ടെൻഷൻ ആവണ്ട. ജസ്റ്റ് വായിച്ചു നോക്കാം, മനസ്സിലാക്കാം. കാരണം നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധ്യമല്ല ഒരിക്കലും. സാധിക്കോ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ? സാധിക്കോ? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും നമുക്കത് മൈൻഡിൽ നിൽക്കണമെന്നില്ല അല്ലെ. സോ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വായിച്ച് അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടാതിരിക്കില്ല അല്ലെ. നമുക്ക് ഇത്രയും വായിച്ചിട്ടുണ്ട്, അപ്പൊ അതെന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങളത് തന്നെ മനസ്സിലൊന്ന് മീനിങ് ഒക്കെ ഒന്ന് കണ്ടുവയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ സ്വയം കണ്ടുപിടിച്ച് ആലോചിച്ച് എഴുതുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല അല്ലെ. നമുക്ക് എല്ലാം ഓപ്ഷൻ ഉണ്ട്. അപ്പോ അത്യാവശ്യം നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു ഓർമ്മയും നിങ്ങൾ വായിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും അല്ലെ. ഓപ്ഷൻ ആണ് പ്രതീക്ഷിക്കാന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ, ഉദ്ദേശിച്ചത് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഓപ്ഷൻ ആണ് പ്രതീക്ഷ എന്നാണോ ഉദ്ദേശിച്ചത്? ആണോ? ഓക്കെ, ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് അല്ലെ. അങ്ങനെ ഇരിക്കും അല്ലെ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്കൊന്നും പേടിക്കാനില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, പഠിക്കാൻ നല്ല രീതിയിൽ, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാ ടീച്ചേഴ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂള് ആയോ? ഓക്കെ, ഇഷ മാമിന്റെയും എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു സിമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ പറഞ്ഞു എളുപ്പമാണെന്ന് പറഞ്ഞു അല്ലെ. ആ ഡൗട്ട്സ് എന്താണ് ചോദിക്കാനുള്ളത്? എക്സാമിനെ കുറിച്ചാണോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയുടെ കാര്യമാണോ? എക്സാം എഴുതുന്നതിന് മുൻപ് ചോദിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയോ? എക്സാം ഒക്കെ എഴുതി പാസ്സാവുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിന്റെ ഡയറക്ടർ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂ എങ്ങനെയാണോ പിന്നെ നമ്മളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ജോലിയിലേക്കുള്ളത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ആദ്യം പരിശ്രമിക്കുക, പഠിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മോഡൽ എക്സാം ആയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലൊക്കെ പഠിക്കാം. ഇനി ഇവിടെ സിമ്പിൾസിലൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കോഡ് വെച്ചൊക്കെ പഠിക്കാൻ പറ്റുന്നത് ഒന്ന് കോഡ് വെച്ച് പഠിക്കാം. നമ്മൾ ഫാനിന്റെ കാര്യം പറഞ്ഞു, പോയിസന്റെ കാര്യം പറഞ്ഞു, ബയോസാർട്സ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു പോവുക. ദെൻ ഇതിൽ ഞാൻ പറഞ്ഞ ടൈപ്പ് ഓഫ് ലബോറട്ടറി ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സാമിൽ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും വിധത്തിൽ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഏതാണ് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ലാർജ്, മീഡിയം സൈസ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുക കേട്ടോ. ഷുവർ ആയിട്ടും എപ്പോഴും റിപ്പീറ്റ് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, ദെൻ എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയായിരുന്നോ? പഠനം ഇടം വരെയായി എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? അല്ലെങ്കിൽ കുറച്ചുപേര് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് തുടങ്ങാനിരിക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ കേട്ടോ. ഇത് തുടങ്ങണം, കറക്റ്റ് അല്ലെ. എക്സാമിന് എക്സ്പ്ലനേഷൻ, എന്തിന്റെ എക്സ്പ്ലനേഷൻ ആയി വേണ്ടത്? നമ്മൾ ഓൾറെഡി മാമിന് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ എന്ത് ചെയ്യാം, നന്നായിട്ടൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഇന്ന് പഠിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കാം. ദെൻ നമ്മൾ പറയുന്നത് പോലെ തന്നെ എപ്പോഴും എന്താ ഫുൾ ഫോമുകളൊക്കെ പഠിക്കണം കേട്ടോ. ഫുൾ ഫോമുകളൊക്കെ ചോദിക്കാറുണ്ട്.
വേറെ പുറത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. പരീക്ഷ ഓർത്ത് ടെൻഷൻ ഉണ്ടാക്കിയെങ്കിലോ എക്സാമിനെ ഓർത്ത് ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. നല്ല രീതിയിലൊക്കെ എക്സാം എഴുതാം. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എക്സാം എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, വേറെ പുറത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. നമുക്ക് ഓപ്ഷൻ ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. അതിനൊന്നും വരാൻ ചാൻസ് ഇല്ല. എളുപ്പമായിരിക്കും. നന്നായിട്ടൊക്കെ പഠിക്കാം. നമ്മളൊന്നും പഠിക്കാണ്ട് എഴുതുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. അത്യാവശ്യം നമ്മളുടെ ക്ലാസ്സുകൾ കേട്ടൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടല്ലോ, ഓരോ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ അല്ലെ. ഞാൻ പറഞ്ഞേ നമ്മൾക്ക് ചില ക്ലാസ്സുകളൊക്കെ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിലെ വേറൊന്നും പറയുന്നില്ല. അതായത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ പറയുന്നത് ബയോകെമിക്കൽ അനാലിസിസ്, അതായത് ബയോകെമിക്കൽ ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള വിശകലനങ്ങൾ. ദെൻ പിന്നെ പറയുന്നത് ഹോർമോണൽ പരിശോധനകൾ. ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇപ്പൊ PCOD, PCOS, TSH അല്ലെ, തൈറോയിഡിന്റെ പ്രോബ്ലംസും അതിന്റെ നിരീക്ഷണങ്ങളൊക്കെയാണ് ഹോർമോണൽ അനലൈസിൽ വരുന്നത്. ഓക്കെ. ദെൻ പിന്നെ നമ്മള് ക്ലിനിക്കൽ മൈക്രോബയോളജി ഒക്കെ ക്ലിനിക്കൽ പാത്തോളജി ഓൾറെഡി ടീച്ചർ എടുത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ളതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എടുത്തത്. ഓക്കെ. ഹോർമോണൽ ടെസ്റ്റുകളൊക്കെ ഇപ്പൊ TSH, PCOD, PCOS അങ്ങനെ ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുടെ ഒരു അനലൈസിംഗ് ആണ്. ഓക്കെ. ബാക്കി ഇതൊക്കെ നമ്മുടെ ഓരോ പഠനങ്ങൾ നമുക്കറിയാലോ. ഹെമറ്റോളജി എന്ന് വെച്ചാൽ ബ്ലഡ് റിലേറ്റഡ് ആണ്. ഹിസ്റ്റോപാത്തോളജി രോഗകാരണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ പാരാസൈറ്റോളജി എന്ന് വെച്ചാൽ പാരാസൈറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആണ്. മൈക്കോളജി ഫംഗിനെ കുറിച്ചുള്ളത്. അങ്ങനെ ഒറ്റ വേർഡിൽ പഠിച്ചാൽ മതി. അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല കേട്ടോ. മാം നോട്ട് തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അശ്വിനി മാം നോട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടൊക്കെ പഠിക്കാം. ഇതിൽ കൂടുതലൊന്നും ചോദിക്കാറില്ല. എന്തിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണെന്ന് മാത്രം എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്ര പഠിക്കാനുള്ളത് മാത്രം പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ എക്സാം ഒക്കെ എഴുതാം. ഇമ്മ്യൂണോളജി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ പവറിനെ കുറിച്ചുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചിലർക്ക് നമ്മൾ പറയും പെട്ടെന്ന് അടുത്തേക്ക് പോയാൽ പനിയും അസുഖങ്ങളൊക്കെ വരും പറയും. നമ്മുടെ ഇമ്മ്യൂൺ ഇല്ലാത്തതുകൊണ്ടാണ് അത് അല്ലെ. ഓരോ വ്യക്തിക്കും ഓരോരുത്തരുടെ അവരുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അല്ലെ. അപ്പോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചുള്ളതാണ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? പഠിക്കാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നന്നായിട്ടൊക്കെ പഠിച്ച് എക്സാം ഒക്കെ എഴുതും. ടെൻഷൻ ഒന്നും വേണ്ട. എക്സാമിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാം ഹോളിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ. ഓക്കെ, താങ്ക് യു.